മക്കളെ, നിങ്ങളെ ഈ ഒരു വേൾഡിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവരെ ഒന്ന് എടുത്തു നോക്കാം. ഇവരൊക്കെ ചെറിയ കുട്ടിയായിരിക്കും മുതൽ തന്നെ ഇതൊക്കെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഒരു കോളേജിൽ പഠിക്കണം, ഇവിടെ ഇന്ന കോഴ്സ് എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ചെറുപ്പം മുതൽ തന്നെ അതിനുവേണ്ടി മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ചെയ്ത് പോകുന്നവരായിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ഇടയിലുള്ള ഇതുപോലെ ടാലൻറ്റഡ് ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എത്തിപ്പെടാനായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഇവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യങ് ടാലൻസിന് ഒരിക്കലും അവർ വിചാരിക്കുന്നത് പോലെ എക്സൽ ചെയ്യാൻ പറ്റാതെ വരാറുമുണ്ട്. അപ്പം നമ്മുടെ ഇടയിലുള്ള ഒരുപാട് ഇതേപോലെയുള്ള യങ് ടാലൻസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് കേരള യങ് ജീനിയസ് എക്സാം. അപ്പോൾ എന്താണ് കേരള യങ് ജീനിയസ് എക്സാം? നമുക്ക് നോക്കിയാലോ. മക്കളെ, ഇത് 3 ലെവലിലായിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തപ്പെടുന്നത്. ആദ്യം സ്കൂൾ ലെവൽ, പിന്നീട് നിങ്ങൾ സ്കൂൾ ലെവൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൺ ലെവൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എത്തും. അതും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ദി ഗ്രാൻഡ് ഫിനാലി സ്റ്റേറ്റ് ലെവലാണ്. പ്ലസ് അവിടെ ഒരു വൈവ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു ലെവലും കൂടി ഉണ്ടാവും. അപ്പോൾ സ്കൂൾ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയറിലെ സിലബസ്, അതായത് 9th ക്ലാസ്സിലെ സിലബസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി സ്കൂൾ ലെവലിൽ 45 മിനിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുക. ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സയൻസ് സബ്ജക്റ്റുകളും മാത്തമാറ്റിക്സുമാണ്. സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് മാത്തമാറ്റിക്സ്, ഈ 4 സബ്ജക്റ്റുമാണ് ഏറ്റവും ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നത്. ഒപ്പം നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി അനലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ സോൺ ലെവലിലേക്ക് എത്തും. അവിടെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യും. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് 180 മിനിറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ് ലെവലിലുള്ള എക്സാമാണ്. അപ്പോൾ അവിടെ ഇൻ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു 75 ക്വസ്റ്റ്യനിൽ വീണ്ടും നമ്മുടെ സയൻസും മാത്തമാറ്റിക്സും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ എഗെയിൻ മെൻ്റൽ എബിലിറ്റി അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സോൺ ലെവലും ക്വാളിഫൈ ചെയ്താൽ എത്താൻ പോകുന്നത് നേരെ എത്തുന്നത് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ദ ഗ്രാൻഡ് ഫിനാലയിലേക്കാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് ഒന്ന് മാറുന്നുണ്ട്. അത് വീണ്ടും ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ട് നോളജ് ഉണ്ട്, നിങ്ങളെ എത്രത്തോളമാണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം അവിടെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാമിൽ 60 മിനിറ്റിൻ്റെ എക്സാമാണ്. 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നിങ്ങളിപ്പോൾ ഏത് സ്റ്റാൻഡേർഡിലാണോ പഠിക്കുന്നത് ആ ഒരു സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ടൈം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ റൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വലിയ വലിയ എക്സാമുകളിൽ നമ്മുടെ UPSC പോലെയുള്ള എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റൗണ്ടിൽ ഓരോ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ പലർക്കും ഈ തിയറിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും, പക്ഷേ ഇൻ്റർവ്യൂ റൗണ്ട് എത്തുമ്പോൾ പലരും അവിടെ ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ എന്താണ് ഇൻ്റർവ്യൂ എന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ റൗണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ റൗണ്ടിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കേരള യങ് ജീനിയസ് സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത്ര സ്കോളർഷിപ്പുകളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെയാണ് ഈ ഒരു യങ് ജീനിയസ് എക്സാമിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മുടെ ഇടയിലുള്ള ആ ഒരു യങ് ടാലൻസിനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുവരണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ അയച്ചു കൊടുത്ത് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ എല്ലാവരോടും പറയുക. സോ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്.